തൃശൂരിലേക്ക് പൂരപ്രേമികളുടെ ഒഴുക്കാണ്. ആനപ്രേമികളെ ആദ്യം പോവുക രാമനെ കാണാനാകും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നു. വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് തുടങ്ങി. കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഷഹദ് റഹ്മാനും അർജുൻ കല്യാടും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അർജുനിലേക്കാണ് പോകുന്നത്. അർജുൻ, കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്തും ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വലിയൊരു ആൾക്കൂട്ടം നമുക്കിവിടെ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഉള്ളിലാകെ വിഷമമാണ്, വേദനയാണ്. പക്ഷേ ആഘോഷത്തിന് കുറവ് വരുത്താൻ കഴിയില്ല. കാരണം തൃശ്ശൂർക്കാർക്കറിയാം, തൃശ്ശൂർക്കാർ മാത്രമല്ല ഇന്നത്തെ ദിവസം അവിടേക്ക് വരുന്നത്. ലോകമാകെ അവിടേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് എല്ലാവരും ഈ പൂരം കൂടുന്നുണ്ട്. ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ഈസ്റ്ററും വിഷുവും ഈ തൃശ്ശൂർ പൂരവും ചില സമയങ്ങളിലെങ്കിലും ഈദുമൊക്കെ ഒരുമിച്ച് വരുന്നൊരു കാലമാണ്. അപ്പോൾ തൃശ്ശൂർക്കാരെല്ലാവരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇന്നത്തെ ദിവസം അവിടേക്ക് എത്തും. കാരണം ഇന്നത്തെ ദിവസം അവർക്ക് ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു ദിവസമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്ന് കാണുന്ന കാഴ്ചകൾ? രാവിലെ ഒരുപാട് ആളുകൾ വരുന്നുണ്ടോ? ഇന്നത്തെ ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് അർജുൻ? അന്തു, തീർച്ചയായിട്ടും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പൂരം കാണാൻ വേണ്ടി, പൂരം കൂടാൻ വേണ്ടി ആളുകൾ തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. വടക്കുന്നാഥന്റെ സാക്ഷി നിർത്തിക്കൊണ്ട് തിരുവമ്പാടിയും പാറമേക്കാവ് ദേവസ്വവും ഒക്കെ അവരുടെ ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റ് നടത്തിയതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന രീതിയിൽ പൂരത്തിന്റെ ചടങ്ങുകൾ പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. വിശ്വാസികളെ സംബന്ധിച്ച്, പൂരം പ്രേമികളെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഈ പൂരത്തിന്റെ, തൃശ്ശൂർ പൂരത്തിന്റെ ദൃശ്യഭംഗി അത് വ്യക്തമാക്കുന്ന കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്താണ്. 9 ആനകളുടെ അകമ്പടിയോടുകൂടി തെക്കേ ഗോപുര നടയിലേക്ക് കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുകയാണ്. ആദ്യം കണിമംഗലത്ത് നിന്നും ഈ പൂരം പുറപ്പെടുന്ന സമയത്ത് ഒരാനയുടെ, കുട്ടിശങ്കരന്റെ പുറത്ത് ഏറിക്കൊണ്ടാണ് ശാസ്താവ് എഴുന്നള്ളത്. പിന്നീട് അത് കുളശ്ശേരി ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോൾ ആനകളുടെ എണ്ണം അത് 5ആയി. സ്വരാജ് റൗണ്ടിലേക്ക് ഈ പറയുന്ന പൂരം പ്രവേശിച്ചപ്പോൾ ആനകളുടെ എണ്ണം 9ആയി. അങ്ങനെ 9 ആനകളുടെ അകമ്പടിയോടുകൂടി തെക്കേ ഗോപുരത്തിലേക്ക് കണിമംഗല ശാസ്താവ് എഴുന്നള്ളുകയാണ്. ഇനിയിപ്പോൾ തെക്കേ ഗോപുര നട വഴി ഈ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിക്കകത്തേക്ക് കടന്നുകൊണ്ട് വടക്കുന്നാഥനെ പ്രദക്ഷിണം ചെയ്യുകയോ അല്ലെങ്കിൽ വണങ്ങുകയോ ചെയ്യാതെ തന്നെ നേരെ പുറത്തേക്ക് വന്ന് അവിടെ നിന്നും ഒരു മേളം കൊട്ടിക്കലാശിക്കാനുണ്ട്. അങ്ങനെ ഘടകപൂരങ്ങൾ ഓരോന്നോരോന്നായി ഇനിയിപ്പോൾ 8ഓളം തന്നെ ഘടകപൂരങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക്, വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്താനുണ്ട്. ആ ക്ഷേത്രങ്ങൾ എത്തുന്നതോടുകൂടി തന്നെ ഒന്നിനു പുറകെ ഒന്നായി ഓരോ ഘടക ക്ഷേത്രങ്ങളും വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ പൂരം വലിയൊരു ആവേശത്തിലേക്ക്, ഇപ്പോൾ ഈ പറയുന്ന 7 മണിയോട് അടുക്കുന്ന 6:30 കഴിയുന്ന ഈ സമയത്ത് തന്നെ ഇവിടെ വലിയ ഒരു പുരുഷാരത്തെ തന്നെ കാണാൻ വേണ്ടി കഴിയും. ക്ഷേത്രത്തിന്റെ ഈ കണിമംഗല ശാസ്താവിനോടൊപ്പം തന്നെ വളരെ ആരവത്തോടു കൂടി തന്നെ ക്ഷേത്രത്തിലേക്ക് വരികയാണ് അവർ ഓരോരുത്തരും. ഇത്തരത്തിൽ ഓരോ ഘടകപൂരങ്ങളും, ഓരോ ദേശക്കാരും, ഓരോ കരക്കാരും ഒക്കെ ഈ ക്ഷേത്രത്തിലേക്ക്, ഈ പൂരത്തോടൊപ്പം, ഘടകപൂരത്തോടൊപ്പം വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തിച്ചേരും. എന്തായാലും വലിയ ആവേശം തന്നെ കാണാനുണ്ട്. ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന വേദന, ദുഃഖം അതൊക്കെ ഒരു ഭാഗത്തുണ്ട് എങ്കിൽ കൂടിയും പൂരത്തിന്റെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കുകയാണ്. എന്തായാലും ഈ പൂരത്തിന് തുടക്കമായിരിക്കുന്നു. ഘടകപൂരങ്ങൾ ഓരോന്നോരോന്നായി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കണിമംഗല ശാസ്താവാണ് ആദ്യമായി കയറിക്കൊണ്ടിരിക്കുന്നത്. രാജകീയ പ്രൗഢിയോടുകൂടി നമ്മൾ വെടിക്കെട്ട് മാത്രം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വെച്ചുകൊണ്ട് തന്നെ പൂരം ഗംഭീരമാക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം ഒരാനയുടെ പുറത്ത്, പിന്നീട് കുളശ്ശേരി അമ്പലത്തെത്തിയപ്പോൾ 5 ആനകളുടെ പുറത്തായി, ഇപ്പോൾ 9 ആനകളാണ്. അതാണ് കണിമംഗലം ശാസ്താവിന്റെ ഒരു പ്രൗഢി. അതാണ് നമ്മൾ കാണിക്കുന്നത്. വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്ത് കയറിയാൽ പോലും വടക്കുനാഥനെ വലം വെക്കുകയോ പ്രദക്ഷിണം ചെയ്യുകയോ ചെയ്യുന്നില്ല. അതാണ് ദേവഗുരുവാണ്. ശിവനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ശിവൻ എഴുന്നേറ്റ് നിൽക്കണം. പക്ഷെ അത് അച്ഛനാണ്. പക്ഷെ അതിനേക്കാൾ അതുകൊണ്ടാണ് തെക്കേ ഗോപുരം നട തുറന്നു പോകുന്നത്. ഒരിക്കലും വണങ്ങാറില്ല. എന്തായാലും തെക്കേ ഗോപുര നടവഴി ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുന്ന ഒരേ ഒരു ഘടകപൂരം അത് കണിമംഗല ശാസ്താവിന്റെ പൂരമാണ്. ഇപ്പോൾ കണിമംഗല ശാസ്താവിന്റെ എഴുന്നള്ളത്താണ്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചല്ല, കേരളത്തിന്റെ എല്ലായിടങ്ങളിലുമുള്ള പൂരപ്രേമികളെ സംബന്ധിച്ച് പൂരം ഒരു വികാരം തന്നെയാണ്. വെടിക്കെട്ട് അപകടം ഉണ്ടാക്കിയിട്ടുള്ള ആ ദുഃഖവും വേദനയും ഒക്കെ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ഈ പൂരം
ആസ്വദിക്കാൻ എത്തിയിട്ടുള്ള അല്ലെങ്കിൽ പൂരത്തിന്റെ സംഘാടകരായിട്ടുള്ളവരുടെ ഒക്കെ മുഖത്ത് അതിന്റെ വേദനയും സങ്കടവും ദുഃഖവും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ അതിന്റെ ആചാരപരമായിട്ടുള്ള അനുഷ്ഠാനപരമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പൂരപ്രേമികളെ സംബന്ധിച്ച് അതുപോലെ തന്നെ മേളപ്രേമികളെ സംബന്ധിച്ചൊക്കെ പൂരം ഒരു ആവേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ അതിന്റെ ചടങ്ങുകളും അതിന്റെ അനുഷ്ഠാനങ്ങളും ഒക്കെ അതേപടി പാലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കണിമംഗല ശാസ്താവ് വളരെ പ്രൗഢിയോടുകൂടി രാജകീയ പ്രൗഢിയോടുകൂടി സർവാഭരണ വിഭൂഷിതനായി ഈ പറയുന്ന ശരി അർജുന, കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ മരിച്ച 14ഓളം പേരുടെ ആ ഒരു ഓർമ്മകളോടുകൂടിയാണ് ഇത്തവണത്തെ തൃശ്ശൂർ പൂരം. അതുകൊണ്ട് തന്നെ ആഘോഷത്തിന് അല്പം മാറ്റി കുറച്ചിട്ടുണ്ട്. കുടമാറ്റം 15 മിനിറ്റായി ചുരുക്കിയിട്ടുണ്ട്. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ആചാരാനുഷ്ഠാനങ്ങൾ അങ്ങനെ തന്നെ നടത്തുകയാണ്. ഇപ്പോൾ കണിമംഗലം ശാസ്താവ് സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചു. 9 ആനകളുടെ അകമ്പടിയോടെ തെക്കേ ഗോപുരനടയിലേക്ക് എഴുന്നള്ളത്ത് ആരംഭിക്കുകയാണ്.